നമസ്കാരം. ഇന്നൊരു ചെറിയ ട്രാവൽ വ്ലോഗ് ആയാലോ? പാലക്കാട് ജില്ലയിലെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്ക്. നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്നും 27 കിലോമീറ്ററാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള ദൂരം. നെന്മാറ കഴിഞ്ഞാൽ ഫില്ലിംഗ് സ്റ്റേഷനുകൾ ഇല്ല എന്ന് മനസ്സിലാക്കി ആവശ്യമായ ഫ്യുവൽ ഫിൽ ചെയ്തു വേണം നിങ്ങൾ നെന്മാറയിൽ നിന്നും യാത്ര തിരിക്കാൻ. പോത്തുണ്ടി ഡാമിലെ കാഴ്ചകൾ കണ്ട് ചെക്ക് പോസ്റ്റിൽ നിന്നും പെർമിഷൻ എടുത്ത് വേണം ഫോറസ്റ്റിലേക്ക് കടക്കാൻ. വാഹനത്തിന് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ വൈകുന്നേരം 5 മണിക്ക് തിരിച്ച് ചെക്ക് പോസ്റ്റിൽ എത്തണം എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ അറിയിപ്പും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ കുറച്ച് നേരത്തെ പുറപ്പെടാൻ ശ്രമിക്കണം. ഇടതൂർന്ന കാടിനിടയിലൂടെയുള്ള യാത്രയിലുടനീളം പോത്തുണ്ടി ഡാമിൻ്റെ മനോഹര ദൃശ്യങ്ങൾ നമ്മളെ അനുഗമിച്ചു കൊണ്ടേയിരിക്കും. ഒരു പ്രിയദർശൻ സിനിമയിൽ എന്നവണ്ണം മനോഹരമായ ഒരു ഫ്രെയിമിൽ നിന്നും മറ്റൊരു മനോഹരമായ ഫ്രെയിമിലേക്ക്. വഴിയിലുടനീളം ഇവിടെ പാലിക്കേണ്ട രീതികളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഫോറസ്റ്റും ഗവൺമെൻറ്റും പരമാവധി നമ്മളെ ബോധവാന്മാരാക്കാൻ ശ്രമിച്ചിട്ടും എന്താ വരെ നന്നാവാത്തേ. ഇതൊരു വേനൽക്കാല വീഡിയോ ആയതിനാൽ മഞ്ഞും മഴയും വെള്ളച്ചാട്ടങ്ങളും ഒന്നും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ആഹാ അന്തസ്സ്. യാത്രാമധ്യേ ഇതുപോലെയുള്ള 3-4 വ്യൂ പോയിന്റുകളും അവിടെ നിന്നുള്ള കാഴ്ചകളും നമുക്ക് നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഇനി പോകുന്നത് നെല്ലിയാമ്പതിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളായ സീതാർകുണ്ട്, കേശവൻപാറ, കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നീയിടങ്ങളിലേക്കാണ്. നിത്യഹരിത വനമേഖലയായ നെല്ലിയാമ്പതിയുടെ വിസ്തൃതി 82 ചതുരശ്ര കിലോമീറ്ററാണ്. നെല്ലിയാമ്പതിയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാടഗിരി എന്ന സ്ഥലം സീ ലെവലിൽ നിന്നും 1600 അടിയോളം ഉയരത്തിലാണ്. നെല്ലിയാമ്പതി, ആ പേരിന് പിന്നിലും ചരിത്രമുണ്ട്. കേരളത്തിലെ ആദിമവാസികൾ തങ്ങളുടെ ദൈവങ്ങൾ മലകളിലും മരങ്ങളിലും വസിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. നെല്ലിയിലെ ദേവതാ സങ്കല്പവും ഊര് എന്ന അർത്ഥം വരുന്ന പതിയും ചേർന്നാണ് ഈ സ്ഥലത്തിന് നെല്ലിയാമ്പതി എന്ന പേര് ലഭിച്ചത്. ഇവിടെയുള്ള റോഡുകൾ ധാരാളം ഹെയർ പിന്നുകൾ നിറഞ്ഞതും ഇടുങ്ങിയതുമാണ്. കാലാന്തരമായ മാറ്റങ്ങളുണ്ടെങ്കിലും പല സ്ഥലത്തും മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഈ റോഡിൻ്റെ ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ സീതാർകുണ്ടും വലതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ കേശവൻപാറയുമാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം. പൂക്കളുടെയും പഴങ്ങളുടെയും ലോകം. പലവട്ടം നെല്ലിയാമ്പതി വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഈ ഫാമിനുള്ളിൽ പ്രവേശിക്കുന്നത്. ഈ ഫാം സൺഡേസിൽ വർക്കിംഗ് അല്ല. ചാമ്പ മരത്തണൽ ഒരു സംഭവം തന്നെയാണ്. പലതരത്തിലുള്ള മരങ്ങളും വള്ളിപ്പടർപ്പുകളും പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരിടം. കൃഷിയെയും പൂക്കളെയും പച്ചക്കറികളെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം കാഴ്ചകളുടെ ഒരു പറുദീസ തന്നെയാണ്. ഈ മരമുകളിലെ ഏറുമാടം മാത്രം മതി നമ്മൾ കൊടുത്ത ടിക്കറ്റ് ചാർജ് മുതലാവാൻ.
ലുട്ടാപ്പി, ഈ ആമ്പൽക്കുളത്തിൻ്റെ രക്ഷകൻ എന്നുകൂടി എഴുതി വയ്ക്കാമായിരുന്നു. ആവശ്യക്കാർക്ക് ചെടികളോ വിത്തുകളോ ആവശ്യമുള്ളത് കൗണ്ടറിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പോപ്സ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള സീതാർകുണ്ടിലേക്കുള്ള പ്രവേശന കവാടം. പേരും ഡീറ്റെയിലും കൊടുത്ത് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ സീതാർകുണ്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക്. സാമാന്യം വലിപ്പമുള്ള പാർക്കിംഗ് ഏരിയ തന്നെയാണ്. പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഒരു സ്റ്റോറും പ്രവർത്തിക്കുന്നുണ്ട്. ചായപ്പൊടി, തേൻ, കാപ്പി എന്ന് തുടങ്ങി പലതരം സാധനങ്ങൾ ആ സ്റ്റോറിൽ ലഭ്യമാണ്. യാത്രാ ക്ഷീണമകറ്റാൻ ചായയോ ജ്യൂസോ വേണമെങ്കിൽ അതും. ഇനി സീതാർകുണ്ടിലേക്ക് ഒരു ചെറിയ നടത്തം, അതും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ തന്നെ. സീതാർകുണ്ട് എന്ന പേരിലും ചരിത്രമുണ്ടത്രേ. വനവാസകാലത്ത് ശ്രീരാമനും സീതയും ഇവിടെ വന്നിരുന്നതായും അതിനാൽ ഈ സ്ഥലത്തിന് സീതാർകുണ്ട് എന്ന പേര് വന്നതായും ചരിത്രം. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമാണ് സീതാർകുണ്ട്. അതിശയിപ്പിക്കുന്ന സൗന്ദര്യം തന്നെയാണ് ഈ വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകത. പാലക്കാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളായ കൊല്ലംകോട്, വടവന്നൂർ എന്നീ സ്ഥലങ്ങളാണ് ഈ താഴെ കാണുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ ഇതൊരു ഓപ്പൺ സ്പേസ് ആയിരുന്നു. എന്നാൽ തുടർച്ചയായ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ മൂലം അധികൃതർ ഇവിടം വേലി കെട്ടിത്തിരിക്കുകയാണ് ഉണ്ടായത്. സീതാർകുണ്ട് കണ്ടതിന് ശേഷം വീണ്ടും അതേ ജംഗ്ഷനിലേക്ക്. ഇനി അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കേശവൻ പാറ. കേശവൻ പാറ തീരെ തിരക്കില്ലാത്തൊരിടം. ആകെയുള്ളത് പത്രോസേട്ടൻ്റെ കട മാത്രം. ഇവിടെ നിന്നും ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ലഭ്യമാണ്. പഴയ മഹേന്ദ്ര ജീപ്പുകളാണ് അതിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ആ കാണുന്നതാണ് കേശവൻ പാറയിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 25 രൂപയാണ് ചാർജ്. ക്യാഷ് എടുക്കില്ല, കാർഡോ ഗൂഗിൾ പേ ആയാലും മതി. കാട്ടിലൂടെ 1 കിലോമീറ്ററോളം നടക്കണം കേശവൻ പാറയിലെത്താൻ. കേശവൻ പാറയിലും നമുക്ക് കാണാനുള്ളത് വ്യൂ പോയിന്റ് തന്നെയാണ്. എന്നാൽ സീതാർകുണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കേശവൻ പാറയിൽ. കേശവൻ പാറയിൽ നിന്നും ഇറങ്ങി നേരെ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയിലെ തേയിലത്തോട്ടങ്ങൾ കണ്ടാൽ ഒരു നിമിഷം മൂന്നാറാണെന്ന് ഓർത്തു പോകാൻ വഴിയുണ്ട്. പോകുന്ന വഴിയിൽ ഒരാൾ നിന്ന് പരുങ്ങുന്നു.
അടുത്തോട്ട് ചെന്നിട്ടും വലിയ പരിഭ്രമമൊന്നുമില്ല. നിനക്കെന്താടാ എൻ്റെ വീട്ടിൽ കാര്യം എന്നൊരു ഭാവം. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. പല സ്ഥലത്തും കയറിയിട്ടുണ്ടെങ്കിലും തിരക്കില്ലാതെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു സുഖം. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന വളരെ ചിലവ് കുറഞ്ഞ ഒരു ട്രിപ്പ്, അതാണ് നെല്ലിയാമ്പതി. ഋതുഭേദങ്ങൾ മാറിമറിയുമ്പോൾ മഴയുടെ താളമേളത്തോടെ വീണ്ടും നെല്ലിയാമ്പതിയിലെത്താമെന്ന പ്രതീക്ഷയോടെ. നന്ദി.